ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ദേശീയ തലത്തിലെ നാലാമത്തെ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തിറക്കി കഴിഞ്ഞു. ഈ നാലാമത്തെ പട്ടികയിൽ മൊത്തം 45 സ്ഥാനാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ UP കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് ആണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ മോദിക്കെതിരെ അജയ് റായ് ആണ് കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തുടർച്ചയായി 3-ാം തവണയാണ് അദ്ദേഹം മത്സരിക്കുന്നത്. 2014-ലും 2019-ലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. BJPയിൽ നിന്നാണ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ അജയ് റായ് തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. 1996 മുതൽ 2007 വരെ BJP ടിക്കറ്റിൽ തുടർച്ചയായി 3 തവണ MLA ആയിരുന്നു. 2009-ൽ അദ്ദേഹം പാർട്ടിയിൽ നിന്നും ലോക്സഭാ സീറ്റിനായി ശ്രമിച്ചുവെങ്കിലും സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് അദ്ദേഹം സമാജ്വാദി പാർട്ടിയിലേക്ക് ചേരുകയായിരുന്നു. 2019-ൽ സമാജ്വാദി പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ചെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടു. 2009-ൽ പിന്ദ്രയിൽ നിന്നും UP നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അദ്ദേഹം വിജയിച്ചു. ഇതിനുശേഷം 2012-ൽ കോൺഗ്രസ് ചേർന്ന് പിന്ദ്രയിൽ നിന്നും വീണ്ടും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. 2017-ലെ തെരഞ്ഞെടുപ്പിൽ പിന്ദ്രയിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. 2023 ഓഗസ്റ്റിലാണ് ദളിത് നേതാവ് കൂടിയായ ബ്രിജ്ലാൽ ഖാബ്രിക്ക് പകരമായി ഉത്തർപ്രദേശിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി അദ്ദേഹം സ്ഥാനമേറ്റെടുക്കുന്നത്. കഴിഞ്ഞ 2 തവണയും വാരണാസിയിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് എതിരാളി BJP മാത്രമായിരുന്നില്ല. കഴിഞ്ഞ തവണ സമാജ്വാദി പാർട്ടിയായിരുന്നുവെങ്കിൽ അതിനു മുമ്പ് അരവിന്ദ് കെജ്രിവാളായിരുന്നു എതിരാളി. എന്നാൽ ഇത്തവണ സഖ്യത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ ആ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത്.